2024 പുറത്തുവന്ന വാഴ എന്ന സിനിമ വലിയൊരു വിജയമായതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഗതി കോമഡിക്കൊപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റുകൾ ആ പടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. നായക കഥാപാത്രങ്ങൾ പല മണ്ടൻ തീരുമാനങ്ങളും എടുത്ത് ജീവിതത്തിൽ പലതരത്തിലുള്ള പണികൾ വാങ്ങിവെക്കുന്നതായിരുന്നു ആ പടത്തിന്റെ ഹ്യൂമറിലേക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും സിനിമ ഈ കഥാപാത്രങ്ങളെ എമ്പതിയോടെ കാണുകയും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു. മുഖ്യധാരാ സിനിമകളിൽ പൊതുവെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പാരന്റിങ്ങിലെ പാളിച്ചകളൊക്കെ ആ സിനിമ അഡ്രസ്സ് ചെയ്തിരുന്നു. അങ്ങനെ തമാശയോടൊപ്പം കാര്യഗൗരവമുള്ള സംഗതികളും ചേർത്ത് വെച്ചു എന്നത് ഒരുപാട് പേരിലേക്ക് ആ സിനിമയെ എത്തിക്കുന്നതിൽ ഒരു ഘടകമായിട്ടുണ്ട്. ആ സിനിമയുടെ രചനയും സഹനിർമ്മാണവും നിർവഹിച്ച പ്രമുഖ സംവിധായകനായിട്ടുള്ള വിപിൻ ദാസ് ഇത്തവണ പുതുമുഖ സംവിധായകനായ സവിൻ സായോടൊപ്പം വരികയാണ്. വാഴയുടെ രണ്ടാം ഭാഗത്തിന്റെ ഒരു റൈറ്റിംഗ് ഫോർമുല പഴയതിന് സമാനമാണ്. പക്ഷെ പുതിയ കഥാപരിസരങ്ങൾ കുറച്ചുകൂടെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ഫോർമുല വലിയ കല്ലുകടിയാകുന്നില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഉപദേശിക്കേണ്ട ഓഡിയൻസിന്റെ ഭാഷ സംസാരിക്കുന്ന ഒരു എന്റർടൈനിങ് സിനിമയാണ് വാഴ 2 നമുക്ക് ലഭിക്കുന്നത്. ഹാഷിർ, അലൻ, അജിൻ, വിനായക് എന്നിങ്ങനെ 4 ബ്രോസ് ആണ് ഇത്തവണ നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഹാഷിറും അലനും അയൽവാസികളായതുകൊണ്ട് ആദ്യമേ അറിയാം. ഇവർ രണ്ടുപേരും അജിനെയും വിനായകിനെയും സ്കൂൾ ഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത്. പഠിത്തത്തിലോ മറ്റു കാര്യങ്ങളിലോ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ഇല്ലാത്ത ഇവർ സ്കൂളിലെ സാമാന്യം പ്രശ്നക്കാരായ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ പഠന കാലഘട്ടത്തിൽ ഈ 4 പേരും നേരിടേണ്ടി വരുന്ന അപമാനങ്ങളും തിരിച്ചറിവുകളും ഒക്കെയാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. വാഴ 2 ഫോർമാറ്റ് വളരെ സിമ്പിളാണ്. ഒരു പരിധിവരെ ആദ്യത്തെ സിനിമയുടെ ഒരു റിപ്പീറ്റേഷൻ ആണ് എന്ന് പറയാം. ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന് സമാനമായ നമ്മുടെ ഹീറോസിന് വേണ്ടി വാദിക്കുന്ന വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അൽഫോൺസ് പുത്രൻ ഇത്തവണ വന്നിരിക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ഒപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ വേറെ ഒരു വേർഷൻ നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വാഴ വളരെ ബ്രോഡായിട്ട് ആൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പല പ്രഷറുകളെയും പറ്റിയാണ് സംസാരിച്ചിരുന്നത്. അതായത് ഫ്രണ്ട് ബെഞ്ചേഴ്സിന് റാങ്ക് വാങ്ങാനുള്ള പ്രഷർ, ബാക്ക് ബെഞ്ചേഴ്സിന് നന്നാവില്ല എന്ന് പറയുന്ന ആളുകളുടെ ജഡ്ജ്മെന്റ്, ഇതിന്റെ രണ്ടിന്റെയും നടുവിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത മിഡിൽ ബെഞ്ചേഴ്സ്. അങ്ങനെയായിരുന്നു ഒന്നാമത്തെ പടം. വാഴ 2 വരുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോഴുള്ള ഒരു ട്രെൻഡായിട്ടുള്ള UK-യിൽ പോയി ജോലി ചെയ്ത് പഠിക്കുക എന്നിട്ട് ലൈഫിൽ സെറ്റിൽ ആവുക എന്ന് പറയുന്ന സംഗതിയാണ് രണ്ടാം പകുതിയിൽ ഈ സിനിമയിൽ നടക്കുന്ന കാര്യമായ ഒരു ഡെവലപ്മെന്റ്. ഈ ഫ്രാഞ്ചൈസിന്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഹ്യൂമർ തന്നെയാണ്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തമാശയിലൂടെ പറയാനാണ് വിപിൻ ദാസ് ശ്രമിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന സിനിമയുടെ ഭാഗങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഹ്യൂമറിലൂടെയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ കഥയിലേക്ക് ഒരു ഡ്രാമ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചില കഥാപാത്രങ്ങളെ UK-യിലേക്ക് പറഞ്ഞുവിടുന്നത്. എന്നിരുന്നാലും ജൻസിയുടെ ആടുജീവിതമാക്കാനല്ല വിപിൻ ദാസ് അവിടെ ശ്രമിക്കുന്നത്. പടത്തിന്റെ ഹ്യൂമർ DNA നിലനിർത്താനാണ് അവിടെയും തിരക്കഥയുടെ ശ്രമം. ഈ പടത്തിൽ ഒരു 6-ാം മൈൽ സീനുണ്ട്. സംഗതി അത് കോമഡി ആണെങ്കിലും അതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതുപോലെ പുറത്തുപോയി പഠിക്കുന്നവർ ഡീൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളെയാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരോട് മയക്കുമരുന്നൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള ഉപദേശമാണ് സിനിമ പറയുന്നതെങ്കിലും അത് അവരെ താഴ്ത്തിക്കെട്ടാതെ അവരോടൊപ്പം നിന്നുകൊണ്ട് പറയാനാണ് സിനിമ ശ്രമിക്കുന്നത്. പാരന്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ, ടീച്ചർമാർ ഏത് രീതിയിൽ കുട്ടികളുമായിട്ട് ഇടപഴകുന്നു, സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ സൊസൈറ്റി ഏത് രീതിയിലൊക്കെ ഇല്ലാതാക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചുമ്മാ പുതിയ തലമുറയെ അടച്ചാക്ഷേപിക്കുന്നവരോട് അവരെന്ത് ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കുന്ന രീതിയിലാണ് വിപിൻ ദാസ് കഥ സെറ്റ് ചെയ്യുന്നത്. കോമഡിക്ക് മുകളിലേക്ക് ഈ സിനിമ ആളുകളുമായിട്ട് കണക്ട് ആകാനുള്ള കാരണം ഈ ഒരു അപ്രോച്ചാണ്. എഡിറ്റ് പാറ്റേണുകളിലൂടെ ഒരു പേസ് ഈ കഥയ്ക്ക് സെറ്റ് ചെയ്യാൻ സംവിധായകനായിട്ടുള്ള സവിൻ സായ്ക്ക് സാധിക്കുന്നുണ്ട്. വളരെ പരന്നു കിടക്കുന്ന കഥയെ കുറച്ച് ഒതുക്കത്തോടെ നരേറ്റ് ചെയ്യാൻ കണ്ണൻ മോഹന്റെ എഡിറ്റിങ്ങിന് സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിലൊരു സ്കൂൾ മീറ്റിംഗ് സീനുണ്ട്. അൽഫോൺസ് പുത്രനും വിജയ് ബാബുവും ഒക്കെയുള്ള ആ സീനിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്റർകട്ടിലൂടെ സ്കൂളിന്റെ ഉള്ളിലെ ടോയ്ലറ്റിലേക്ക് പടം പോകുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ലോജിക് ഇല്ലാത്ത കട്ടാണത്. പക്ഷെ സിനിമ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു റിതവുമായിട്ട് ആ ഇന്റർകട്ട് യോജിച്ചു പോകുന്നുണ്ട്. എഴുത്തിന്റെ ഘട്ടത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ചില എഡിറ്റിംഗ് പാറ്റേണുകളും സിനിമയ്ക്ക് ഒരു പേസ് സെറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് സിനിമാറ്റോഗ്രാഫി സ്റ്റൈൽ മാറുന്നത്. ഒന്നാം പകുതിയിലൊക്കെ വരുന്ന സ്കൂൾ കാലഘട്ടം കാണിക്കുമ്പോൾ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഫ്രെയിമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ രണ്ടാം പകുതിയിൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടെ ശാന്തമായ രീതിയിലാണ് ഫ്രെയിമിങ്ങും കാര്യങ്ങളും വരുന്നത്. ഏതാണ്ട് 10ഓളം പാട്ടുകൾ പല പല ആർട്ടിസ്റ്റുകളായിട്ട് ഈ സിനിമയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പാട്ടിന് വേണ്ടി പാട്ട് എന്നാക്കാതെ നരേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടൂള് പോലെയാണ് ഇവിടെ പാട്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതായിട്ട് തോന്നിയ പാട്ട് മകനെ എന്ന പാട്ടിന്റെ പുതിയ വേർഷനാണ്. ഒരുപക്ഷെ ഒന്നാമത്തെ സിനിമയിൽ നമ്മൾ കണ്ടതിനേക്കാൾ ഇമോഷണൽ ഇമ്പാക്ട് വരുന്ന രീതിയിലാണ് ഈ പടത്തിൽ ആ പാട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ കോണ്ടന്റ് ക്രിയേറ്റർമാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കുന്നത് സ്വല്പം ട്രിക്കി ആയിട്ടുള്ളൊരു സംഗതിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഭൂരിഭാഗം ആളുകളും ഇവരുടെ ഒരു രീതിയും സംഗതിയും ഒക്കെ അവർ ഉണ്ടാക്കുന്ന വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും സിനിമാക്കാർ ഇവരെ കാസ്റ്റ് ചെയ്തിട്ട് ഇവർ റീലിൽ ചെയ്യുന്ന അതേ കാര്യം ചെയ്യിക്കുമ്പോൾ അവരുടെ ടാലന്റ് ഉപയോഗിക്കുന്നതിന് പകരം ചുമ്മാ അവരെ കാണിച്ചിട്ട് കുറെ പേരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നോക്കുന്ന തരം സ്കാം പരിപാടിയായിട്ട് അത് മാറും.
വാഴ 2ലേക്ക് നോക്കുമ്പോൾ ഇതിലുള്ള പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഹാഷിറും അലനും അജിനും വിനായകും ഒക്കെ അവതരിപ്പിക്കുന്നത് അവരുടെ അതേ പേരുള്ള കഥാപാത്രങ്ങളെയാണ്. സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവർ ഇന്നേ വരെ ചെയ്തിട്ടുള്ള കോണ്ടന്റുകളുടെ അതേ സ്വഭാവത്തിലുള്ള പെർഫോമൻസുമാണ് വരുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം സിനിമ ഹ്യൂമറിൽ നിന്ന് വേറെ ഒരു സോണിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് ഇവരെല്ലാവരും ചാലഞ്ച് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആ ചാലഞ്ച് സ്വീകരിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു പെർഫോമൻസ് ഇവരെല്ലാവരും കഥാപാത്രങ്ങളുടെ വൾണറബിൾ സൈഡ് കാണിക്കുന്നതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത് വിനായകിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അത്രയും നേരം ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് പോലെ നിന്ന ആള് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഹാഷിറും അലനും നല്ലപോലെ സ്കോർ ചെയ്യുന്നത് ഒന്നാം പകുതിയിലുള്ള സ്കൂൾ പോർഷനുകളിലാണ്. അജിന് തകർക്കാൻ അവസരം കിട്ടുന്നത് ഗൾഫ് പോർഷനിലാണ്. തന്റെ സ്വതസിദ്ധമായ ആലുവ ശൈലിയിൽ ഡയലോഗ് പറയുന്ന അൽഫോൺസ് പുത്രൻ ആ കഥാപാത്രത്തെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വിനായകന്റെ അച്ഛന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ബിജുക്കുട്ടൻ ഓർത്തിരിക്കാവുന്ന ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. യുറേക്ക സ്റ്റോറീസിലുള്ള ദേവരാജിന് നല്ലൊരു റോൾ ഈ സിനിമയിൽ ലഭിച്ചിട്ടുണ്ട്. പുള്ളി അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിജയ് ബാബു, അജു വർഗീസ് മുതലായ പ്രമുഖരും പിന്നെ വിപിൻ ദാസിന്റെ സിനിമകളിലൂടെ നമുക്ക് പരിചിതരായിട്ടുള്ള ഒരുപറ്റം നടീനടന്മാരും മറ്റു ചില കോണ്ടന്റ് ക്രിയേറ്റർമാരും ചെറുതും വലുതുമായ റോളുകളിൽ വരുന്നുണ്ട്. ഒന്നാമത്തെ വാഴയിൽ ഹാഷിറും ഗ്യാങ്ങും വന്നതിന് സമാനമായ രീതിയിൽ ഈ സിനിമയിൽ വരുന്നത് അമീനിന്റെ ഗ്യാങ് ആണ്. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് വിപിൻ ദാസ് ക്രിയേറ്റ് ചെയ്യുന്ന 2 മൊമെന്റുകളുണ്ട്. നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഉള്ള മൊമെന്റുകളുടെ ഒരു വ്യത്യസ്തമായ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു ഒരർത്ഥത്തിൽ അത്. ഒന്ന്, വിഷു സമയത്ത് നമ്മുടെയൊക്കെ ഫീഡിൽ വീണ്ടും പൊന്തി വരുന്ന പടക്കം പൊട്ടിച്ചതിന് ശേഷം ഓടുന്നതിനിടയിൽ ഒരാൾ മുഖമടിച്ച് വീഴുന്ന ആ ഒരു ട്രോൾ വീഡിയോ ആണ്. രണ്ടാമത്തേത് ഒരു ബ്രേക്കപ്പ് സീനാണ്. സാധാരണഗതിയിൽ പെണ്ണിനെ തേപ്പുകാരിയാക്കാൻ ഉപയോഗിച്ചു പോകുന്ന ഒരു ഡയലോഗിനെ ഒരു തിരിച്ചറിവിന്റെ സിമ്പലായിട്ട് ഈ പടം കാണിക്കുന്നുണ്ട്. ടോക്സിസിറ്റിയെ ന്യായീകരിക്കാതെ ബോധോദയത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, പിന്നെ പടക്കം പൊട്ടി നിലത്ത് വീണ ആ ട്രോളിന്റെ ഇമോഷണൽ ആയിട്ടുള്ള മറ്റൊരു വശം ആലോചിക്കുന്ന ഒരു സൈഡ് ഈ സിനിമയ്ക്കുണ്ട്. കൗണ്ടർ ഡയലോഗുകളുടെയും സിറ്റുവേഷൻ ഹ്യൂമറുകളുടെയും മുകളിൽ നമ്മൾ ഈ പടം ഒരുപക്ഷെ ഓർത്തിരിക്കാൻ കാരണം അത്തരത്തിലുള്ള കുറച്ച് ഇമോഷണൽ ഫാക്ടറുകൾ ഇതിലുള്ളത് കൊണ്ടാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്